Shishiram Engineering Service in company profile ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ തന്നെ എൻ്റെ സ്വന്തം പ്രൊഫഷണൽ പ്രൊഫൈലും ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒട്ടും ദീർഘിപ്പിക്കില്ല, വീഡിയോയിലേക്ക് കടക്കാം. ഹായ്, ഞാൻ Amrut Shishir, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ Shishiram Engineering Service. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ കമ്പനി പ്രൊഫൈലിനെ കുറിച്ചൊന്ന് പറയാം. Shishiram Engineering Serviceന്റെ ടാഗ് ലൈൻ ആയ ബ്ലെൻഡിംഗ് എഞ്ചിനീയറിംഗ് ടു ദ വേൾഡ്, അതായത് നമ്മുടെ ചുറ്റും ടെക്നോളജികളും എഞ്ചിനീയറിംഗ് സർവീസുകളും ഉണ്ട്. ഇതിനെ ലളിതമായി സാധാരണക്കാരന്റെ ജീവിതത്തിലേക്കും ലോകത്തേക്കും ബ്ലെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള മോട്ടോ. വി ആർ എക്സ്പേർട്സ് ഇൻ MEP ഡ്രോയിങ്സ്, ഡിസൈൻസ് ആൻഡ് കൺസൾട്ടൻസി. നമുക്ക് നമ്മുടെ മേജർ സർവീസുകൾ എന്തെല്ലാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺട്രാക്ടിങ്ങോ മറ്റ് ഇൻസ്റ്റലേഷനോ സാധനം വെക്കലോ ഒന്നുമല്ല. കൺസൾട്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ് അറിയുമ്പോൾ നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകും. അതിനെന്താ പറയുക, നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. നമുക്കൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വക്കീലിനെ കൺസൾട്ട് ചെയ്യാൻ പോകും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടെക്നിക്കൽ സൂപ്പർവിഷനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ടെക്നിക്കാലിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വീടോ ബിൽഡിങ്ങോ എടുക്കുമ്പോൾ അവിടെയുള്ള പണി ചെയ്യുന്നതൊക്കെ കോൺട്രാക്ടേഴ്സും ഇലക്ട്രീഷ്യന്മാരുമായിരിക്കും. പക്ഷേ ആ ടെക്നിക്കൽ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒതൻറ്റിസിറ്റിയും അതിൻ്റെ ഡിസൈനും വെരിഫൈ ചെയ്യുന്ന ജോലിയാണ് ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ കമ്പനി ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റും ഇൻസ്റ്റലേഷൻ വർക്കും ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ അടുത്ത മേജർ സർവീസിൽ ഒന്നാണ് MEP ഡിസൈൻസും ഡ്രോയിങ്സും. നിങ്ങളൊരു വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ഡിസൈൻസും ഡ്രോയിങ്സും അതേപോലെ പ്ലംബിംഗ് ഡിസൈൻസും ഡ്രോയിങ്സും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിങ്ങളുടെ സിവിൽ ഡിസൈൻസും ഡ്രോയിങ്സും ഒക്കെ നമുക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് MEP ഡിസൈൻസും ഡ്രോയിങ്സും നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് ഇത്. ഇതുകൂടാതെ നമ്മൾ ചാർട്ടേഡ് എഞ്ചിനീയറിംഗ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ഇൻഡസ്ട്രിയിലും നമ്മൾ വർക്ക് ചെയ്തു വരുന്നു. ഇതുകൂടാതെ തന്നെ ലേസണിംഗ് ആൻഡ് അപ്രൂവൽ വർക്കിന് വേണ്ടി നമ്മുടെ കമ്പനിയെ സമീപിക്കാവുന്നതാണ്. ഐ ഹോപ്പ് ഞങ്ങളുടെ കമ്പനിയുടെ മേജർ സർവീസ് ഒക്കെ വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ബ്രീഫായിട്ട് പ്രൊഫഷണൽ പ്രൊഫൈൽ ഒന്ന് പറഞ്ഞു പോകാം. ബേസിക്കലി ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് BTech ബിരുദധാരിയാണ്. ഇതുകൂടാതെ തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ MBAയും എടുത്തിട്ടുണ്ട്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മിത്തൽ ഗ്രൂപ്പിൻ്റെ ഇസ്പാത്ത് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ സ്റ്റീൽ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനി ആയും പിന്നീട് ക്രമേണ സീനിയർ എഞ്ചിനീയർ ആയിട്ടും പിന്നീട് ഇസ്പാത്ത് ഇൻഡസ്ട്രീസിനെ JSW സ്റ്റീൽ ടേക്ക് ഓവർ ചെയ്തപ്പോൾ അവിടെ ജൂനിയർ മാനേജറുമായൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം UAEയിൽ ഒരു കമ്പനിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ടും പിന്നീട് പ്ലാൻ മാനേജറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആണ് നമ്മൾ Shishiram Engineering Service എന്ന കമ്പനി ഫോം ചെയ്യുകയും ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതും. ഇതൊക്കെയാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസും പ്രൊഫഷണൽ പ്രൊഫൈലും. പല ആളുകളും നമ്മുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇതിനു മുന്നേ വർക്ക് ചെയ്ത് എവിടെയാണ്, ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റ് ആവാൻ എന്ത് ചെയ്യണം, ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി പഠിപ്പിക്കാൻ വേണ്ടി കോഴ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡിഗ്രിയും എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതേപോലെ തന്നെ എൻ്റെ വർക്ക് പ്രൊഫൈലും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈലും അതേപോലെ കമ്പനി കൊടുക്കുന്ന മേജർ ആയിട്ടുള്ള സർവീസുകളെയും കുറിച്ച് ബ്രീഫായിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. Shishiram Engineering Service നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളും നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.